ഹായ്, ഇറ്റ്സ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളൊന്ന് നോക്കുന്നത് കൂലി ടൈറ്റിൽ ടീസർ. മൈ ഒപ്പീനിയൻ. കൂലി എന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ ടീസറിനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയനാണെന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി എന്നത്. അപ്പോൾ ചിത്രത്തിന് പേരിടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ചിത്രം തലൈവർ 171 എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. തലൈവർ 171, അതായത് അദ്ദേഹത്തിൻ്റെ 171ാമത്തെ ചിത്രം. ആ ചിത്രത്തിന് ഇപ്പോൾ പേരിട്ടിരിക്കുകയാണ് കൂലി. അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റിൽ ടീസർ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ യൂട്യൂബിലെ ട്രെൻഡിങ്ങിൽ നമ്പർ 1 ആണ് ഈ ടൈറ്റിൽ ടീസർ പ്രൊമോ എന്നത്. 6.7 മില്യൺ വ്യൂസും കടന്ന് കുതിക്കുകയാണ്. ടൈറ്റിൽ ടീസർ ട്രെൻഡിങ്ങിൽ നമ്പർ 1 ആണ്. അപ്പോൾ ഈ ടൈറ്റിൽ ടീസറിനെ കുറിച്ച് നോക്കുമ്പോൾ രജനീകാന്ത് പൂണ്ട് വിളയാടിയിരിക്കുകയാണെന്ന് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് സീക്വൻസും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഒരു സ്വർണ്ണക്കടത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു കഥയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഡയറക്ടർ ലോകേഷ് കനകരാജിനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കൂടുതലും ഡ്രഗ്സ്, മയക്കുമരുന്ന് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് അദ്ദേഹം സ്വർണ്ണക്കടത്തിന് പിന്നാലെ പോയി എന്നാണ് തോന്നുന്നത് ഇത് കണ്ടപ്പോൾ. അപ്പോൾ ഒരു സ്വർണ്ണക്കടത്ത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളൊരു കഥയാണെന്ന് തോന്നുന്നു, ബേസായിട്ടുള്ളൊരു കഥയാണെന്ന് തോന്നുന്നു. അപ്പോൾ രജനീകാന്ത് അതിൽ പിരിച്ചു മേഞ്ഞിരിക്കുകയാണ്. ഒരു 73കാരൻ്റെ അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഫൈറ്റ് സീക്വൻസൊക്കെ അതിലുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ ടെറിഫിക് ബാക്ക്ഗ്രൗണ്ട് BGM കൂടെ ആയപ്പോഴേക്കും ടൈറ്റിൽ ടീസർ വേറെ ലെവലായി. അപ്പോൾ അതിൽ പഴയ അദ്ദേഹത്തിൻ്റെ തന്നെ ചിത്രമായ രംഗ 1982 പുറത്തിറങ്ങിയ രംഗയിലെ ഡയലോഗാണ് രജനീകാന്ത് ഇതിൽ പറയുന്നത്. അതും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി കൂലിയുടെ ടൈറ്റിൽ ടീസർ കണ്ടപ്പോൾ. അപ്പോൾ വളരെ നല്ലൊരു എനർജറ്റിക് ലുക്കായിട്ടാണ് രജനീകാന്തിനെ കാണുവാൻ സാധിച്ചത്. 73ാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ ഒരു എനർജി അതെടുത്ത് പറയേണ്ടതാണ്. കാരണം 73 വയസ്സെന്ന് പറയുന്നത് 73ാം വയസ്സിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അറിയില്ല. എന്നിട്ടും അദ്ദേഹം ഈ ഒരു പ്രായത്തിലും അദ്ദേഹം അധ്വാനിക്കുന്നു എന്ന് കാണുമ്പോൾ അതും വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. വളരെ എനർജറ്റിക് ആയിട്ടൊരു ബോഡി ലാംഗ്വേജ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന സൺ പിക്ചേഴ്സാണ്. സൺ പിക്ചേഴ്സും രജനീകാന്തും തമ്മിലുള്ള 5ാമത്തെ ചിത്രമാണിത്. ആദ്യത്തെ ചിത്രം യന്ത്രന്, 2ാമത് പേട്ട, 3ാമത് അണ്ണാത്തെ, 4ാമത് ജയിലർ. ഇത് 5ാമത്തെ ചിത്രമാണ്. സൺ പിക്ചേഴ്സും രജനിയും കൂടുള്ള 5ാമത്തെ ചിത്രം. ലോകേഷ് കനകരാജും രജനിയും കൂടുള്ള ആദ്യ ചിത്രമാണിത്. അതോടൊപ്പം അനിരുദ്ധും രജനീകാന്തും തമ്മിലുള്ള 3ാമത്തെ ചിത്രം പേട്ട. ആദ്യത്തെ ചിത്രം പേട്ട, 2ാമത്തെ ചിത്രം ജയിലർ, ഇത് 3ാമത്തെ ചിത്രമാണ്. അനിരുദ്ധ് എപ്പോഴും രജനീകാന്തിനൊരു സ്പെഷ്യൽ ആയിട്ടായിരിക്കും BGM കൊടുക്കുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മ്യൂസിക്കൊക്കെ കൊടുക്കുക എന്നത് ജയിലറിലും പേട്ടയിലും ഒക്കെ നമ്മളത് കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇതിലും ആ BGM ഒക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെ എക്സ്പെക്റ്റേഷനായി. ഇനി അതിൻ്റെ സോങ്സൊക്കെ ഇറങ്ങുമ്പോഴും വേറെ ലെവലായിരിക്കുമെന്ന് തോന്നുന്നു. ഏതായാലും അടുത്ത വർഷമായിരിക്കും ചിത്രം തിയേറ്ററിൽ എത്തുക എന്ന് തോന്നുന്നു. കാരണം വേട്ടയ്യൻ ഇറങ്ങാനുണ്ട് രജനിയുടെ 170ാമത്തെ ചിത്രം. ആ ചിത്രവും കഴിഞ്ഞായിരിക്കും ഇത് റിലീസ് ചെയ്യുക. അപ്പോൾ ഏതായാലും ഉറപ്പാണ് 2025 ചിത്രം റിലീസ് ചെയ്യാൻ പോവുക എന്ന് തോന്നുന്നു. ലോകേഷ് കനകരാജിനെ കുറിച്ച് നോക്കുമ്പോൾ ലിയോയ്ക്ക് ശേഷം ചെയ്യുന്ന ചിത്രമാണ്. വിക്രത്തിലൂടെ പീക്ക് ലെവലിലേക്ക് പോയ കരിയർ, പക്ഷേ ലിയോയുടെ സെക്കൻഡ് ഹാഫിലൂടെ അദ്ദേഹം കുറച്ചൊന്ന് ഡൗൺ ആയി. ലിയോയുടെ സെക്കൻഡ് ഹാഫിലെ പോരായ്മകൾ അദ്ദേഹത്തെ കുറച്ചൊന്ന് അപ്സെറ്റാക്കിയെന്ന് പറയാം. അപ്പോൾ അതിനുശേഷം വീണ്ടും രജനീകാന്തിൻ്റെ കൂടെ ഒന്നിക്കുമ്പോൾ നെൽസൺ എങ്ങനെയാണോ ജയിലർ വന്നത് അതുപോലായിരിക്കും ഇദ്ദേഹത്തിന് എന്ന് തോന്നുന്നു. കാരണം ബീസ്റ്റ് പോലൊരു ഫ്ലോ പടത്തിന് ശേഷം അദ്ദേഹത്തിന് ജയിലർ കൊണ്ട് ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു. അതോടൊപ്പം ലിയോ പോലൊരു മിക്സർ റിവ്യൂസ് വന്നൊരു ചിത്രത്തിന് ശേഷം അദ്ദേഹം രജനിയുടെ കൂടെ ചേരുമ്പോൾ അതും വലിയൊരു എക്സ്പെക്റ്റേഷൻ തരുന്നു. പിന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളുള്ള ഒരാളായ രജനീകാന്ത്, അതോടൊപ്പം ഇന്ന് തമിഴകത്തിൻ്റെ ഏറ്റവും വാല്യൂ ഉള്ള ഡയറക്ടർമാരിൽ ഒരാളായ ലോകേഷ് കനകരാജും കൂടി ചേരുമ്പോൾ വളരെയധികം എക്സ്പെക്റ്റേഷനാണ് ചിത്രത്തിനുണ്ടാവുക. അതോടൊപ്പം കൂലി എന്ന ടൈറ്റിൽ നോക്കുമ്പോൾ ഇത് ഓൾറെഡി 1995 തമിഴിൽ ഓൾറെഡി ഒരു ചിത്രം വന്നിട്ടുണ്ട്. ശരത് കുമാർ നായകനായ 1995 പുറത്തിറങ്ങിയ കൂലി. അതോടൊപ്പം 1983 പുറത്തിറങ്ങിയ അമിതാഭ് ബച്ചൻ ചിത്രം, അതിന് പേരും കൂലി എന്നായിരുന്നു. അതോടൊപ്പം 2020 തന്നെ ബോളിവുഡിൽ നിന്ന് മറ്റൊരു ചിത്രം കൂലി നമ്പർ 1 എന്ന പേരിലൊരു ചിത്രവും കൂടെ പുറത്തിറങ്ങിയിരുന്നു. 1993 പുറത്തിറങ്ങിയ രജനീകാന്ത് ചിത്രം ഉഴൈപ്പാളി, അതായത് P. വാസു ഡയറക്റ്റ് ചെയ്ത ഉഴൈപ്പാളി എന്ന ചിത്രത്തിന് ആദ്യം നൽകാൻ വെച്ചിരുന്ന പേര്, ആദ്യം തീരുമാനിച്ച പേര് കൂലി എന്നായിരുന്നു. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് മാറ്റിയായിരുന്നു. ഒടുവിൽ ഇപ്പോൾ 2024 അല്ലെങ്കിൽ അടുത്ത വർഷം പുറത്തിറങ്ങാൻ വേണ്ടിയിരിക്കുന്ന ചിത്രത്തിന് കൂലി എന്ന പേര് വെച്ചിരിക്കുകയാണ്. രജനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ക്യാരക്ടറുകളൊക്കെ ഒത്തിരി ചെയ്തേക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ടൈറ്റിൽ വളരെ അനുയോജ്യമാണ്. കാരണം അദ്ദേഹത്തിന് ഏർലി ചിത്രങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, അദ്ദേഹം വളരെ സാധാരണക്കാരുടെ റോൾ, ഓട്ടോ ഡ്രൈവർ, അങ്ങനത്തെ
റോളുകളൊക്കെയായിരുന്നു കൂടുതൽ ചെയ്തത്, കൂലിയായിട്ടുള്ള ഉഴപ്പാളിയിലെ ആ കൂലിയായിട്ടുള്ള ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനത്തെ ടൈറ്റിലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് വളരെയധികം പോസിറ്റീവ് ഫാക്ടറാണെന്ന് പറയാം. അദ്ദേഹത്തിന് ഏർലി സിനിമാസ് 90s 80s ഒക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, തലൈവരും ലോകേഷും കൂടെ പൂണ്ട് വിളയാടുമെന്ന കാര്യത്തിൽ, തലൈവരും ലോകേഷും അനിരുദ്ധും കൂടെ പൂണ്ട് വിളയാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം വിക്രത്തിലെ ഡയലോഗ് ആരംഭിക്കലാമ, അതുപോലെ തന്നെ ഇതിലും ലോകേഷ് രജനീകാന്തിനെ കൊണ്ട് മുടിച്ചുള്ളാമ എന്ന ഡയലോഗ് പറയിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഇതായിട്ട് തോന്നി, ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. കമലഹാസൻ ആരംഭിക്കലാമ എന്ന് പറയുന്നു, രജനി മുടിച്ചുള്ളാമ എന്ന് പറയുന്നു 2 ചിത്രങ്ങളിൽ. ഈ ഡയലോഗൊക്കെ ഇനി ട്രെൻഡിങ് ആവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം ആ ചിരിയും, അദ്ദേഹത്തിൻ്റെ ചിരി തന്നെ സ്പെഷ്യൽ ഇതാണ് രജനിയുടെ. ആ ചിരിയും അതിനുശേഷമുള്ള മുടിച്ചുള്ളാമ എന്നുള്ള ഡയലോഗും കൂടെ കേൾക്കുമ്പോൾ തന്നെ ഗൂസ് ബംസാണ് നമുക്ക് ഫീൽ ചെയ്തത്. അൻവരിവാണ് ഇതിൻ്റെ ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് ടീസറിൽ തന്നെ നല്ലൊരു ഇത് നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഗിരീഷാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, 2025 സംഭവം ഇருக்கு. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.